നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് സ്വാഗതം. ആരംഭിക്കുകയാണ് പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രേക്ഷകർക്ക് നേരിട്ട് ഈ പരിപാടിയിലേക്ക് വിളിക്കാം. ജനകീയ വിഷയങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. 0484-2830-510 ഈ നമ്പറിൽ നേരിട്ട് വിളിച്ച് ജനകീയ വിഷയങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. വാർത്തകൾ, ദൃശ്യങ്ങളൊക്കെ വാട്സാപ്പിൽ അയച്ചു നൽകാം. 6235968937 ഈ നമ്പറിൽ വാട്സാപ്പ് വഴി ദൃശ്യങ്ങളും വാർത്തകളുമൊക്കെ ഞങ്ങളിലേക്ക് എത്തിക്കാം. ഇന്ന് കേരളം ഞെട്ടിയ ദൃശ്യങ്ങൾ പുറത്തു വന്ന ഒരു വാർത്താ ദിനമാണ്. കൊച്ചിയിൽ നിന്നാണ് ആ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. മാർക്കറ്റിംഗ് സ്ഥാപനത്തിൽ ടാർഗറ്റ് പൂർത്തിയാക്കാത്തവരെ നായ്ക്കളെ പോലെ കഴുത്തിൽ ബെൽറ്റിട്ട് നടത്തിച്ചതായിരുന്നു ആ ദൃശ്യം. പെരുമ്പാവൂരിലെ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന സ്ഥാപനത്തിലാണ് ഈ കൊടും ക്രൂരതയെന്ന് മുൻ ജീവനക്കാരൻ പറഞ്ഞു. ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെന്നാണെങ്കിൽ അടി ഇടി, പിന്നെ ഈ നനഞ്ഞ തുണിയൊക്കെ ഇല്ലേ അതുകൊണ്ട് തല്ലലും, പിന്നെ ഈ വൃത്തിയായിട്ട പണിഷ്മെൻ്റാണ് ഈ പരസ്പരം പാൻ്റാകാട്ട് അഴിക്കുക. പിന്നെ ഈ ചീന പഴം 2 ദിവസം പഴകിയ പഴമായിരിക്കും, അത് എടുത്തിട്ട് വന്നിട്ട് വേസ്റ്റ് ബാസ്കറ്റിന് എടുത്തിട്ട് വന്നിട്ട് താഴെ ഇട്ടിട്ട് ഈ എന്താണ് അതിൻ്റെ തുപ്പിയിട്ട് തരും, അത് ഇതാക്കാൻ പറയും. പിന്നെ ഒരു കോഴി നിലത്തിട്ടിട്ട് ഇവിടെ നിന്ന് അവിടം വരെ നക്കുക, അവിടെ നിന്ന് തിരിച്ചിങ്ങാട്ട് വെക്കുക. കഴുത്തിൽ ബെൽറ്റിട്ട് നടത്തിക്കുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഈ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ തൊഴിലുവകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുമായി 24 ബന്ധപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ പരിശോധിച്ച് നടപടിക്കുള്ള നിർദ്ദേശം നൽകിയെന്നും മന്ത്രി 24നോട് വ്യക്തമാക്കിയിരുന്നു. ഈ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അന്വേഷണം നടത്താം. അവിടുത്തെ എറണാകുളം ജില്ലാ ലേബർ ഓഫീസറോട് പ്രാഥമികമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ഞാൻ ആവശ്യപ്പെടാം. എന്തായാലും ടാർഗറ്റ് പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതിന്റെ പേരിൽ ഈ രൂപത്തിൽ ഉള്ള നടപടികൾ നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമില്ല. അത് വളരെ ഗൗരവമായി തന്നെ ഗവൺമെന്റ് കാണുകയാണ്. ഈ വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക് സ്ഥാപനത്തിലെത്തി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചിരുന്നു. പുറത്തു വന്ന ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് വാർത്തകൾ വിശദാംശങ്ങൾ വച്ചിരുന്നു. നിതിൻ, ആ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ കേരളം ഞെട്ടിയതാണ്. തൊട്ടുപിന്നാലെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നു. പോലീസ് എന്തൊക്കെ നടപടികൾ ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട് നിതിൻ? ഉന്മേഷ്, അങ്ങേറ്റം ഞെട്ടിപ്പിക്കുന്ന ദൃശ്യമാണ് ഇന്ന് പുറത്തു വന്നത്. കൊച്ചിയിലെ ഒരു സ്വകാര്യ മാർക്കറ്റിംഗ് സ്ഥാപനത്തിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്തതിന്റെ പേരിലാണ് ഇത്തരത്തിൽ തൊഴിലാളികൾ അതിക്രൂര പീഡനത്തിന് ഇരകളായത്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. അങ്ങേറ്റം മനുഷ്യത്വരഹിതമായ ഒരു സമീപനം തന്നെയാണ് ആ ഒരു അധികൃതരുടെ ഭാഗത്തും ഉണ്ടായത്. വസ്ത്രങ്ങൾ അഴിപ്പിച്ച് നായയുടെ ബെൽറ്റ് അത് കഴുത്തിൽ കെട്ടി അതോടൊപ്പം തന്നെ മുട്ടിലിഴഞ്ഞ് നാണയം നക്കിയെടുപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിനു പിന്നാലെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. പാലാരിവട്ടത്തെ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന സ്ഥാപനത്തിലേക്ക് യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും മാർച്ച് നടത്തി. പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ദൃശ്യത്തിന്റെ ആധികാരികത, ഇത് എവിടെ നിന്ന് ചിത്രീകരിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഇതുവരെ പോലീസ് ബന്ധപ്പെട്ട് കേസെടുത്തിട്ടില്ല. ഇതേ സ്ഥാപനത്തിന്റെ ഫ്രാഞ്ചൈസിയായി പ്രവർത്തിക്കുന്ന പെരുമ്പാവൂരിലെ സ്ഥാപനത്തിലുള്ള ദൃശ്യമാണോ എന്ന സംശയമാണ് ഈ ഘട്ടത്തിൽ ഉയർന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആ സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നില്ല. പകരം ഇന്നിപ്പോൾ അവിടെ ജില്ലാ ലേബർ ഓഫീസറും അതോടൊപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നും പരിശോധന നടത്തിവരികയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ സമാനമായ നിലയിലത്തെ ഈ ഒരു പരാതി ഈ ഒരു പെരുമ്പാവൂരിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിനെതിരെ ഉയർന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് അവിടെ നിന്നുള്ള ദൃശ്യമാണോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഈ സ്ഥാപനത്തിന് കീഴിൽ ഏതാണ്ട് 140ഓളം ഫ്രാഞ്ചൈസികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിവിധ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. തൊഴിലാളികൾ ഇത്തരത്തിൽ പീഡനങ്ങൾ കാലങ്ങളായി നേരിടുന്നു എന്നൊരു ആരോപണമാണ് അവിടെ
അവിടുത്തെ ജീവനക്കാരെല്ലാം തന്നെ പങ്കുവയ്ക്കുന്ന വിവരം. എന്തായാലും ഇതിന് പിന്നാലെ തന്നെ സർക്കാരിന്റെ ഭാഗത്തും ഇപ്പോൾ പ്രത്യേകിച്ചും വി ശിവൻകുട്ടി ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ ലേബർ ഓഫീസർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. എന്തായാലും അങ്ങേറ്റം മനുഷ്യത്വരഹിതമായ ഒരു ദൃശ്യം പുറത്തു വന്നു. ഇത് ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്തതിന്റെ പേരിലാണ് ഇത്തരത്തിൽ തൊഴിലാളികൾ അതിക്രൂര പീഡനത്തിന് ഇരകളായത്. സ്വാഭാവികമായിട്ടും അങ്ങേറ്റം മനുഷ്യത്വരഹിതമായ ഒരു നടപടി എന്ന് തന്നെയാണ് ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളടക്കം പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് ഇപ്പോൾ അന്വേഷണം നടത്തിവരികയാണ്. ഇന്നവിടെ പാലാരിവട്ടം സിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയത്. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലുള്ളൊരു സംഭവം ചിത്രീകരിച്ചത് അവിടെ നിന്നാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പ് പോലീസ് പങ്കുവയ്ക്കുന്നില്ല. പകരം പെരുമ്പാവൂരിലെ സ്ഥാപനം കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. പെരുമ്പാവൂരിലെ സ്ഥാപനത്തിനെതിരെ നേരത്തെയും പരാതി ഉയർന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പെരുമ്പാവൂർ പോലീസും ജില്ലാ ലേബർ ഓഫീസറുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ അറക്കപ്പടിയിലുള്ള ഈ ഓഫീസിൽ ഇപ്പോൾ പരിശോധന നടക്കുന്നത്. പരിശോധന നടക്കുന്ന ഘട്ടത്തിലെല്ലാം തന്നെ അവിടുത്തെ ആളുകളോട് വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. അതിനുശേഷം മാത്രമേ ഇതിലൊരു കൃത്യമായ ഉത്തരം ഇത് എന്ന് ചിത്രീകരിച്ച ദൃശ്യമാണ്, എവിടെ നിന്ന് ചിത്രീകരിച്ച ദൃശ്യമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ വിവരം പുറത്തു വരികയുള്ളൂ. എന്തായാലും ഒരു തൊഴിൽ പീഡനം നടന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിന്റെ അങ്ങേറ്റത്തെ ഒരു മനുഷ്യത്വരഹിതമായ ദൃശ്യങ്ങൾ തന്നെയാണ് ഇന്ന് പുറത്തു വന്നത്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണുമ്പോൾ വ്യക്തമാകും. അവിടുത്തെ ജീവനക്കാരടക്കം പങ്കുവച്ച വിവരങ്ങളും അങ്ങേറ്റം വേദനിപ്പിക്കുന്നതാണ്. എന്തായാലും ഇപ്പോൾ സംഭവത്തിൽ അതിഗൗരവമായ ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടത്തിവരുന്നത്. ഉന്മേഷ്. നിതിൻ അംബുജനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പ്രേക്ഷകർ കൂടി വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. സീന മുഹമ്മദ് പറയുന്നു, ഇതൊക്കെ ഈ കാലത്ത് എന്നറിയുമ്പോൾ തലതാഴ്ത്തി നിൽക്കാനേ പറ്റൂ എന്ന് പറയുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ കമ്പനിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് എബ്രഹാം തോമസ് പറയുന്നുണ്ട്. പ്രേക്ഷകർ ഈ വിഷയത്തിൽ അങ്ങനെ പ്രതികരിക്കുന്നുണ്ട്. ഇത്തരമൊരു ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ പരിഷ്കൃത സമൂഹം സ്വാഭാവികമായും പ്രതികരിക്കും. അത്തരം പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് തൊഴിൽ ചൂഷണത്തിന്റെ വാർത്തകൾ വരുമ്പോൾ തിരുവനന്തപുരത്ത് നിയമനം കാത്തിരിക്കുന്ന കുറച്ച് ഉദ്യോഗാർത്ഥികളുണ്ട്. കേരള പോലീസിൽ നിയമനം പ്രതീക്ഷിച്ച് 696 വനിതാ ഉദ്യോഗാർത്ഥികൾ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ഒരു വർഷമാകുന്നു. 570 ഒഴിവുകൾ നിലവിലുണ്ടായിട്ടും കരട് ലിസ്റ്റിൽ ഇടം പിടിച്ചവർക്ക് ഇതുവരെയും നിയമനമായിട്ടില്ല. വനിതാ സിവിൽ പോലീസ് റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരത്തോട് മുഖം തിരിക്കുകയാണ് സർക്കാർ. പോലീസ് സേനയിൽ വനിതാ പ്രാതിനിധ്യം 15% ഉയർത്തുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. മുഖ്യന്റെ ഈ പ്രഖ്യാപനത്തിൽ ഏറെ പ്രതീക്ഷ വെച്ചു കുറേയേറെ ഉദ്യോഗാർത്ഥികൾ. എന്നാൽ ഒടുവിൽ ഗതികെട്ട് അവർ സെക്രട്ടേറിയറ്റ് പടിക്കൽ ഉണ്ണാവൃതമിരുന്നു. ഒടുവിൽ ശയനപ്രദക്ഷിണം വരെ അനുഷ്ഠിച്ചു. എന്നിട്ടും ഇവരെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് സർക്കാർ. പോലീസ് സേനയ്ക്ക് പുറമെ വനം വകുപ്പിലും വനിതകളെ ജോലിക്കെടുത്ത വിപ്ലവം സൃഷ്ടിച്ച സർക്കാർ അഗ്നിശമന സേനയിലും ഇങ്ങനെ തന്നെ വിപ്ലവം കുറിച്ചു. സ്ത്രീപക്ഷ സർക്കാർ എന്ന് സൽപ്പേരു നേടിയ പിണറായി സർക്കാരിനു പക്ഷേ എവിടെയാണ് പിഴച്ചതെന്നാണ് ഉയരുന്ന ചോദ്യം. ആശാ വർക്കേഴ്സ് സമരത്തിനു പിന്നാലെ സെക്രട്ടേറിയറ്റ് പടിക്കൽ യുവ വനിതാ ഉദ്യോഗാർത്ഥികളും സമരം കിടക്കുമ്പോഴാണ് ഈ ചോദ്യം ഉയരുന്നത്. വനിതാ സിവിൽ പോലീസ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണിവർ. 2024 ഏപ്രിൽ 20 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ 12 ദിവസം മാത്രം ശേഷിക്കെ നിയമനം കാത്ത 672 പേരാണ് ബാക്കി. ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടാനൊന്നും ഞങ്ങൾ ഒരിക്കലും ആവശ്യപ്പെടുന്നില്ല. പരമാവധി നിയമനം ഒരു 50-60% നിയമനം നടത്തണം എന്നാണ് പറയുന്നത്. 100% നിയമനം നടക്കണമെന്ന് ഞങ്ങൾ ഒരിക്കലും ആവശ്യപ്പെടുന്നില്ല. സ്വന്തമായിട്ട് വരുമാനം ഇല്ലാത്തവരാണ് എല്ലാവരും. ഇതെല്ലാം തരണം ചെയ്താണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ തെരുവിൽ വന്ന് കിടക്കേണ്ട അവസ്ഥ വന്നത്. 964 പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. ലിസ്റ്റ് നിലവിൽ വന്ന 11 മാസവും 12 ദിവസവും പിന്നിടുമ്പോൾ നിയമനം ലഭിച്ചത് 268 പേർക്ക് മാത്രം. 60 പേർ നോൺ ജോയിനിങ് ഗണത്തിൽപ്പെടുന്നു. ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് സമരത്തിനെത്താൻ നിർബന്ധിതരായത്. നിരാഹാര സമരം 4 ദിവസം പിന്നിടുന്നു. എന്നിട്ടും സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചില്ല. ഇതോടെ പൊള്ളുന്ന വെയിലത്ത ഉള്ളെരിയുന്ന മനസ്സുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ശയനപ്രദക്ഷിണം വരെ ചെയ്തു. അവസ്ഥ എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛന് ആക്സിഡൻ്റ് ആയി ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത ഒരാളാണ്. അമ്മ കിഡ്നി പേഷ്യൻ്റാണ്. ഞാൻ ഈ ജോലിക്ക് പോയാണ് എനിക്ക് എൻ്റെ കുടുംബം കഴിയുന്നത് പോലും. അതിൽ നിന്നൊന്ന് രക്ഷപ്പെടാനാണ് ഞാനിരുന്ന് ഉറക്കം പോലും ഇല്ലാതെ പഠിച്ച് ഈ ഒരു ലിസ്റ്റ് വന്നത്. വന്നിട്ട് പോലും നിയമനം നടക്കുന്നില്ല.
ഇത്രയും നാളുമാണെങ്കിൽ നിയമനം നടന്നുകൊണ്ടിരുന്ന പോസ്റ്റിന് ഇതെന്ത് പറ്റിയെന്ന് പോലും അറിയത്തില്ല. കഴിഞ്ഞ വർഷങ്ങളെല്ലാം 600+ വേക്കൻസികൾ പോയതാണ്. ഈ ഒരു വർഷം മാത്രമാണ് ഈ 232 വേക്കൻസികൾ മാത്രമായിട്ട് ഒതുക്കിയിട്ടുള്ളത്. ഞങ്ങൾക്ക് അർഹതപ്പെട്ട ഒരു 500 വേക്കൻസി അത് മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ഈ 11 മാസക്കാലവും ഞങ്ങൾ സർക്കാരിൽ വിശ്വസിച്ച് സർക്കാരിൻ്റെ മുന്നിൽ ഓരോ വാതിലുകളും മുട്ടി. എല്ലാ MLA-മാരെയും മന്ത്രിമാരെയും എല്ലാം കണ്ടു. അവരെല്ലാം ഞങ്ങൾക്ക് ഒത്തിരി പ്രതീക്ഷ തന്നു. ആ നിമിഷവും പ്രതീക്ഷയോട് തന്നെ 11 മാസം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഇപ്പം എല്ലാ പ്രതീക്ഷയും അവസാനിച്ചു. എങ്കിലും ഇനി സർക്കാരിൻ്റെ മുന്നിൽ നിന്നാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാനുള്ളത്. അത് ഈ ചുരുങ്ങിയ ദിവസത്തിൽ സർക്കാർ തരും എന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഈ 4ാം ദിവസവും നിരാഹാരം ഇരുന്നിട്ടും എനിക്കും തീരെ വയ്യ. എൻ്റെ കൂടെ ഉണ്ട് 2 പേരും വീണു. നിലവിൽ 14 ജില്ലകളിലുമായി 570 വനിതാ സിവിൽ പോലീസ് ഓഫീസർമാരുടെ ഒഴിവുണ്ട്. അപ്പോഴാണ് ഈ തസ്തികയിലേക്കുള്ള എല്ലാ പരീക്ഷകളും പാസ്സായ ഉദ്യോഗാർത്ഥികൾ സമരവുമായി തെരുവിൽ കിടക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നത്. നിയമനം വേഗത്തിലാക്കുക എന്നതാണ് സമരക്കാരുടെ പ്രധാന ആവശ്യം. എന്തായാലും ഞങ്ങൾ 19-ാം തീയതിയാണ് ഞങ്ങളെ കാലാവധി അവസാനിക്കുന്നത്. അതുവരെ ഞങ്ങൾ കൊണ്ടുപോകും ഞങ്ങളെ ഈ പ്രതിഷേധം. സേനയിൽ വനിതാ പ്രാതിനിധ്യം 15% മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അട്ടിമറിച്ച പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമായുള്ള നിയമനാനുപാതം 9 പുരുഷ പോലീസിന് 1 വനിതാ പോലീസ് എന്നാക്കിയെന്നും സമരക്കാർ ആരോപിക്കുന്നു. വനിതകളാണ് ഉറക്കമിളച്ച് പഠിച്ച ലിസ്റ്റിൽ ഇടം പിടിച്ചവരാണ്. പോലീസ് സേനയിലേക്ക് പ്രാപ്തരെന്ന് തെളിയിച്ചവരുമാണ്. ഇനിയും ഇവർക്ക് മുന്നിൽ സർക്കാർ കണ്ണു തുറന്നില്ലെങ്കിൽ അത് വലിയ നീതികേടാണ്. സെക്രട്ടേറിയറ്റ് പടിക്കൽ നിന്നും ക്യാമറാമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ ഈ വാർത്ത കാണുന്ന പ്രേക്ഷകരും പ്രതികരിക്കുന്നുണ്ട്. സർക്കാരിന്റെ വാഗ്ദാനങ്ങളെല്ലാം വാക്കുകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു എന്നുള്ള വിമർശനങ്ങൾ ആരിഫ് ഹാഷ്മി കളത്തൂരിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉയരുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് മഴ വാർത്തകൾ വരുന്നു. പത്തനംതിട്ടയിൽ കനത്ത മഴ. പത്തനംതിട്ട കനറ ബാങ്ക് ശാഖയിൽ വെള്ളം കയറി. ഫയർഫോഴ്സ് എത്തി വെള്ളം പമ്പ് ചെയ്ത് മാറ്റിയിരുന്നു. AV ജയശങ്കർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഉച്ചയോടെ പെയ്ത കനത്ത മഴയിലാണ് കനറ ബാങ്കിന്റെ പത്തനംതിട്ട ശാഖയിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായത്. നഗരത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ശാഖയാണ്. പെട്ടെന്ന് ബാങ്കിലേക്ക് വെള്ളം ഇരച്ച് കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ജീവനക്കാരും ഇടപാടുകാരും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ബാങ്കിന്റെ പ്രവർത്തനം ഏറെക്കുറെ 1 മണിക്കൂറിലധികമായി തടസ്സപ്പെട്ട കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഫയർഫോഴ്സ് എത്തി ഈ ശാഖയിൽ നിന്ന് ഈ കെട്ടിടത്തിനുള്ളിൽ നിന്ന് വെള്ളം നിലവിൽ അടിച്ചു കളയുന്ന സാഹചര്യമാണുള്ളത്. ഈ ബാങ്കിന്റെ ബാറ്ററി റൂമിൽ ഉൾപ്പെടെ വലിയ തോതിൽ വെള്ളം കയറിയിട്ടുണ്ട്. ബാറ്ററികളുടെ അടുത്ത് വരെ വെള്ളം എത്തുന്ന സാഹചര്യമാണ്. നമുക്ക് അതെല്ലാം തന്നെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഈ ബ്രാഞ്ചിനുള്ളിലും ഒപ്പം തന്നെ ATM റൂമിനുള്ളിൽ ഉൾപ്പെടെ വെള്ളം കയറി കിടക്കുന്ന സാഹചര്യമാണുള്ളത്. ഇതിലെ ജീവനക്കാരുൾപ്പെടെ കുറേ ആളുകൾ വെള്ളത്തിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു അവസ്ഥയും ഇവിടെ ഉണ്ട്. എന്തായാലും ഫയർഫോഴ്സ് എത്തിക്കൊണ്ട് ഈ വെള്ളം എല്ലാം തന്നെ അടിച്ചു കളയാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജീവനക്കാരുൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും ഇവിടെയുണ്ട്. പക്ഷേ ബാങ്കിൻ്റെ പ്രവർത്തനം ഏറെക്കുറെ നിലച്ചൊരവസ്ഥയിലാണ്. കാരണം ഈ വെള്ളം കയറിയത് മൂലം തന്നെ ഇടപാടുകൾ നടത്താനാകാത്തൊരു സാഹചര്യമുണ്ട്. സാർ, എപ്പോഴാണ് ഈ വെള്ളം ഇങ്ങനെ വന്ന് കയറുന്ന ഒരു സാഹചര്യമുണ്ട്? ഒരു 3:40 സമയം കറക്റ്റ് ഒരു മഴ വന്ന സമയത്ത് ഒരു സർജായിരുന്നു. ഒരു 10 സെക്കൻഡിനുള്ളിൽ സംഭവം കാണും. നമുക്കൊന്നും മനസ്സിലായില്ല. ഒരു വെള്ളം വെളി നല്ലപോലെ കെട്ടിക്കിടപ്പുണ്ടായിരുന്നു. ഏതൊരു കസ്റ്റമർ വെള്ളോട്ട് ഇറങ്ങിയപ്പോഴാണ് വാതിൽ തുറന്നു മൊത്തം അടിച്ച് കയറി. ഈ ഡ്രൈനേജ് സംവിധാനത്തിന്റെ പരാജയമാണോ? അത് തന്നെയാണ് പറയുന്നത്. കാരണം ഈ വെള്ളം എല്ലാം ഇവിടെ അക്യുമുലേറ്റ് ആയി കിടക്കുകയാണ്. ആ ഒരു നല്ലൊരു മഴ വന്നാൽ നേരത്തെ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മഴ വന്നപ്പോൾ ചെറിയൊരു ബണ്ട് മാതിരി സംഭവം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു ചെറിയ വെള്ളം നിർത്താനുള്ള സമയമേ ഉള്ളൂ. നല്ലൊരു മഴ വന്നാൽ പിന്നെയും വെള്ളം ഇവിടെ തന്നെ കയറും. എന്തായാലും ബാങ്ക് ജീവനക്കാർ പറയുന്നത് ഡ്രൈനേജ് സംവിധാനത്തിൻ്റെ ഒരു പരാജയമാണ് ഇത്തരത്തിൽ ഉള്ളിലേക്ക് വെള്ളം കയറാനുള്ളൊരു കാരണമായത് എന്നാണ്. എന്തായാലും ഫയർഫോഴ്സ് എത്തിക്കൊണ്ട് ഇത്തരത്തിൽ വെള്ളം പുറത്തേക്ക് അടിച്ചു കളയുകയാണ്. ഇനിയും മണിക്കൂറുകൾ എടുക്കും ഈ വെള്ളം പൂർണ്ണമായി നീക്കം ചെയ്യാനെന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പറയുന്നത്. നേരത്തെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ നമ്മോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇടപാടുകാരൊക്കെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ്. ഇത്തരത്തിലൊരു ചെറിയ മഴയിൽ വലിയ തോതിലുള്ള വെള്ളക്കെട്ട് ഈ ബാങ്കിനുള്ളിലേക്ക് വന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവരുടെ കൃത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ തോതിലുള്ള ഒരു വെള്ളക്കെട്ട് നമുക്കിവിടെ കാണാം. നിലവിൽ കുറച്ചധികം മണിക്കൂറുകളായി ബാങ്കിലെ ഇടപാടുകൾ ഉൾപ്പെടെ അവസാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ നിലവിൽ ഈ വെള്ളത്തിൽ തന്നെ തുടരുന്ന സാഹചര്യമുണ്ട്. നഗരത്തിന് അടുത്ത് ടൗൺ സ്ക്വയറിനോട് ചേർന്നുള്ള ഒരു ബ്രാഞ്ചാണ്. നിരവധി ഇടപാടുകാർ ഉച്ചയ്ക്ക് ശേഷമൊക്കെ എത്തുന്ന ഒരു സ്ഥലത്താണ് ഇത്തരത്തിലൊരു വലിയ വെള്ളക്കെട്ട് ഉണ്ടായത്. എന്തായാലും ഫയർഫോഴ്സ് എത്തി ഈ വെള്ളമൊക്കെ തന്നെ നീക്കിക്കൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കാനുള്ളൊരു ശ്രമം ഇപ്പോൾ നടക്കുന്നു. ചില ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നമ്മോടൊപ്പം ചെയ്യുന്നു. സാർ, എത്ര സമയമെടുക്കും? 1 മണിക്കൂർ കൂടുതൽ.
ഈ ഡ്രൈനേജ് സംവിധാനത്തിന്റെ ഒരു പരാജയമാണോ ഇങ്ങനെ വെള്ളം കയറാൻ കാരണം? എന്താ തോന്നുന്നത്? അതായത് നിലവിൽ ബാങ്കിൻ്റെ ഫ്രണ്ടിൽ ഇൻ്റർലോക്ക് ഇട്ടിരുന്നതുകൊണ്ട് നിലവിലുള്ള ചെറിയ ഹോളുകളായിട്ടാണ് ഡ്രെയിനേജ് കണക്ട് ചെയ്യുന്നത്. ആ ഹോളുകൾ അടഞ്ഞു കിടന്നതാണ് ഇപ്പോൾ ഈ ബാങ്കിനകത്തേക്ക് വെള്ളം കയറാനായിട്ട് വെള്ളക്കെട്ടുണ്ടാകാനായിട്ട് കാര്യമായത്. എന്തായാലും ഫയർഫോഴ്സ് അവരുടെ ദൗത്യം തുടരുകയാണ്. ബാങ്കിനുള്ളിൽ വലിയ അളവിൽ വെള്ളം ഇവിടുന്ന് നീക്കം ചെയ്യാനുണ്ട്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം എ വി ജയശങ്കർ, 24 പത്തനംതിട്ട. രവികുമാർ പി വി പറയുന്ന അവിടെ റോഡ് ഉയർത്തിയപ്പോൾ ബാങ്ക് റോഡിന്റെ നിരപ്പിൽ നിന്ന് താഴേക്ക് പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞതെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്നറിയില്ല. അത്തരമൊരു കമന്റ് ഇപ്പോൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. തിരുവനന്തപുരം വെള്ളറടയിൽ ഇടിമിന്നലേറ്റ് വീട് തകർന്നു. കിളിയൂർ സത്യരാജന്റെ വീട്ടിലാണ് ഇടിമിന്നലേറ്റത്. അജീഷ് ജയകുമാറുണ്ട് തിരുവനന്തപുരത്ത്. അജീഷ്, വേനൽ മഴയ്ക്കൊപ്പം ഉണ്ടായ ഇടിമിന്നലാണല്ലോ, ഇത് എപ്പോഴായിരുന്നു സംഭവം? എന്തൊക്കെയാണ് വിവരങ്ങൾ അജീഷ്? ഉന്മേഷ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്തിന്റെ കിഴക്കൻ മേഖലയിൽ, അതായത് വെള്ളറട, നെയ്യാറ്റിൻകര ഭാഗങ്ങളിൽ അതിശക്തമായ മഴയാണ് പെയ്തത്. ഈ മഴയുടെ കൂടെ ഇടിമിന്നലും ഉണ്ടായിരുന്നു. ഈ മിന്നലിലാണ് കിളിയൂർ സ്വദേശി സത്യരാജന്റെ വീട്ടിലെ ഗൃഹോപകരണങ്ങൾ നശിച്ചത്. ടിവിയും ഫ്രിഡ്ജും അടക്കമുള്ള ഉപകരണങ്ങൾ നശിച്ചുപോയി, കത്തിപ്പോയി. നാട്ടുകാരെത്തിയപ്പോഴേക്കും വീടിന്റെ ചുമരടക്കം തകർന്നു കിടക്കുന്നതാണ് കണ്ടത്. ഉടൻ തന്നെ KCBയിൽ വിവരം അറിയിക്കുകയും വൈദ്യുതി ലൈൻ പൂർണ്ണമായും ഓഫ് ചെയ്യുകയും ചെയ്തു. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് KCB അധികൃതർ ഈ സ്ഥലത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആളുകൾക്കാർക്കും അപകടമുണ്ടായിട്ടില്ല. ശരി അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. വേനൽമഴ ശക്തമാകുന്ന സാഹചര്യമുണ്ട് സംസ്ഥാനത്ത്. അതിനിടയിലാണ് ഈ സംഭവം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആലപ്പുഴയിലെ 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് ചുരുളഴിയുമ്പോൾ ലഹരിയുടെ മാത്രം വിവരങ്ങളല്ല ഇപ്പോൾ പുറത്തുവരുന്നത്. സിനിമാ മേഖലയിലെ സെക്സ് റാക്കറ്റിന്റെ വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. 1-ാം പ്രതി തസ്ലിമ സുൽത്താനയ്ക്ക് ലഹരിക്ക് പുറമെ സിനിമാ താരങ്ങളുമായി പെൺവാണിഭ ഇടപാടുകളും ഉണ്ട് എന്ന വിവരം ഇപ്പോൾ പുറത്തുവരുന്നു. ഒരു പ്രമുഖ താരത്തിന് മോഡലിന്റെ ചിത്രം അയച്ചു നൽകി എന്നാണ് വെളിപ്പെടുത്തൽ. 25,000 രൂപ നൽകണമെന്ന വാട്സാപ്പ് ചാറ്റ് വിവരങ്ങളും എക്സൈസിന് ലഭിച്ചു. ഹൈബ്രിഡ് കഞ്ചാവിന്റെ ഉറവിടം കണ്ടെത്താൻ എക്സൈസിന്റെ ഇന്റലിജൻസ് വിഭാഗവും അന്വേഷണം തുടങ്ങി. കേസിലെ 1-ാം പ്രതി 41-കാരി സുൽത്താനയുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചതിലെ പ്രാഥമിക വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ലഹരി ഇടപാടുകൾക്ക് പുറമെ സിനിമാ മേഖലയിലെ ഉന്നതരുമായി പെൺവാണിഭത്തിന് ഇടനിലക്കാരിയായ തസ്ലീമ പ്രവർത്തിച്ചു. ഒരു പ്രമുഖ താരത്തിന് മോഡലിന്റെ ചിത്രം അയച്ചു നൽകി വില പറഞ്ഞതിന്റെ തെളിവുകൾ എക്സൈസിന് ലഭിച്ചു. പ്രതികളുടെ മൊബൈൽ ഫോണിലെ വാട്സ്ആപ്പ് ചാറ്റുകൾ ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. ഇത് ശാസ്ത്രീയ പരിശോധനയിൽ റീസ്റ്റോർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. കേസിൽ എക്സൈസിന്റെ ഇന്റലിജൻസ് വിഭാഗം പ്രത്യേക അന്വേഷണം ആരംഭിച്ചു. ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത് തായ്ലൻഡിൽ നിന്നാണെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. വിമാനത്താവളങ്ങളിലെ സുരക്ഷാ പരിശോധനകൾ മറികടന്ന് കഞ്ചാവ് എങ്ങനെ ഇന്ത്യയിൽ എത്തിച്ചുവെന്നും വിദേശത്തേക്ക് നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങളുമാണ് ഇന്റലിജൻസ് വിഭാഗം പരിശോധിക്കുന്നത്. രാജ്യമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന വിപുലമായ വിതരണ ശൃംഖല ഹൈബ്രിഡ് കഞ്ചാവ് സംഘത്തിനുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു. അറസ്റ്റിലായ തസ്ലീമയും ഫിറോസും നിലവിൽ റിമാൻഡിലാണ്. പ്രതികളെ ചോദ്യം ചെയ്താലും ഉറവിടത്തെപ്പറ്റിയോ ഉപഭോക്താക്കളെ പറ്റിയോ നേരിട്ട് വിവരങ്ങൾ നൽകാത്തതിനാൽ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളും വിവരങ്ങളും ശേഖരിച്ച ശേഷം പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് എക്സൈസിന്റെ നീക്കം. ഓരോ ദിവസവും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടെങ്കിലും യഥാർത്ഥ കുറ്റവാളികൾ കാണാമറയത്താണ്. ഹൈബ്രിഡ് കഞ്ചാവിന്റെ ഇടനിലക്കാരി മാത്രമാണ് തസ്ലീമ സുൽത്താന. തായ്ലൻഡിൽ നിന്നും രാജ്യത്തേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് കൊണ്ടുവന്നത് ആർക്ക് വേണ്ടിയാണെന്നും ആലപ്പുഴയിൽ എത്തിച്ചത് ആർക്ക് വേണ്ടിയാണെന്നും ഇപ്പോഴും വ്യക്തമല്ല. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ. ലഹരിപ്പിടിയിൽ അമർന്നു പോകുന്നവർ ഏറെയാണെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ലഹരിയിൽ നിന്ന് മോചനത്തിന് സഹായം അഭ്യർത്ഥിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തി ഒരു യുവാവ്. മലപ്പുറം താനൂർ പോലീസ് സ്റ്റേഷനിലെത്തിയാണ് യുവാവ് ആവശ്യം അറിയിച്ചത്. യുവാവിനെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി. ലഹരിക്കെതിരായി നാടൊന്നാകെ ഇറങ്ങുമ്പോൾ അതിനൊരു റിസൾട്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ താനൂർ സ്റ്റേഷനിലേക്കാണ് ലഹരിയിൽ നിന്ന് മോചനം തേടി സഹായം ആവശ്യപ്പെട്ട് ഒരു യുവാവ് കയറിയെത്തിയത്. മനസ്സിലാക്കി തളരുകയാണ്. അത് കിട്ടാതാകുമ്പോൾ വേറൊരു ഇതായിട്ട് വരും നമ്മുടെ മനസ്സിൽ. ഞാൻ ഒരുപാട് ശ്രമിച്ചു. അപ്പോഴാണ് നമ്മൾ താന്നൂർ പോലീസ് സ്റ്റേഷനിലേക്ക് താന്നൂർ. താൻ ലഹരിക്ക് അടിമയാണ്. ലഹരി ഉപയോഗം തന്നെ നശിപ്പിച്ചു, കുടുംബത്തിൽ നിന്ന് അകറ്റി. ലഹരിയിൽ നിന്ന് മോചനം വേണം, സഹായിക്കണം. താനൂർ പോലീസ് സ്റ്റേഷനിലെത്തിയ യുവാവ് പോലീസിനോട് പറഞ്ഞതാണിത്. എനിക്ക് പറയാനുള്ള സമൂഹത്തിനോട് ഇത് തുടങ്ങാൻ എളുപ്പമാണ്. പക്ഷെ നമ്മളിത് ഇങ്ങോട്ട് ഒഴിവായി കിട്ടാൻ ഒരുപാട് നമ്മൾ നിരയിക്കേണ്ടി വരും. താനൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ
യുവാവിനെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി. പ്രമോദ് സാർ അങ്ങനെ പരിപാടി നടത്തുന്നുണ്ട്. എൻ്റെ ഇതുപോലെ അറിഞ്ഞപ്പോൾ ഞാൻ എന്തായാലും നമുക്ക് സന്തോഷമായി. നമ്മളെ മനസ്സിന് തന്നെ തോന്നി എന്തായാലും അവിടെ ചെല്ലണം, കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നു പറയണം. അതിനെല്ലാം സപ്പോർട്ട് അവിടെ ഉണ്ട്. കാരണം ചിലർക്ക് പേടിയുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് പറയുമ്പോൾ എന്താണ് അവരെങ്ങനെ ഉൾക്കൊള്ളാന്നുള്ള ചില ആൾക്കാർ പോലീസാണ് എന്താ പറയാന്നൊക്കെ ഉള്ളത്. പക്ഷേ ഏറ്റവും എനിക്ക് അത്ര ജേഷന്മാരെ പോലെ കയറുന്നതാണ് അവിടുത്തെ എല്ലാ പോലീസുകാരും. ലഹരിക്കെതിരെ താനൂർ പോലീസ് ബോധവൽക്കരണം നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് യുവാവ് പോലീസ് സ്റ്റേഷനിലെത്തിയത്. നിരവധി ഇൻഫർമേഷൻ ചോദിച്ചുകൊണ്ടുള്ള കോളുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് മിനിഞ്ഞാന്നൊരു യുവാവ് നേരിട്ട് ഇങ്ങനെ താല്പര്യമുണ്ടെന്ന് അറിയിക്കുകയും അതിനുശേഷം പോലീസ് സ്റ്റേഷൻ വന്ന യുവാവിനെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി മെൻ്റൽ ഹെൽത്ത് ആക്ട് പ്രകാരമുള്ള ഫോം ഫില്ലപ്പ് ചെയ്ത് നമ്മൾ പൂർണ്ണമായും ചികിത്സ കൊടുക്കുന്ന സർക്കാരിൻ്റെ കോഴിക്കോടുള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ലഹരിയിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവിധ സഹായവും ചെയ്തു നൽകുമെന്ന് താനൂർ ഡിവൈഎസ്പി അറിയിച്ചു. ലഹരിയിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും പോലീസിനെ സമീപിക്കാം, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അതിനാവശ്യമായ എല്ലാവിധ സഹായവും സഹകരണവും പോലീസ് തന്നെ ചെയ്തു നൽകും. ക്യാമറാമാൻ അബിദ് കല്ലയ്ക്കൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പൊതുജനം കഴുതേലസർ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇനി പോകുന്നത് ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്തേക്കാണ്. അവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ ഹൈ വോൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയം ഉള്ളത്. അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ച സ്റ്റേഡിയം ഇപ്പോൾ നിലവാര തകർച്ചയിലേക്ക് നീങ്ങുകയാണ്. ഉദ്ഘാടനം കഴിഞ്ഞ് 1 വർഷമാകുമ്പോഴേക്കും സ്റ്റേഡിയം നാശത്തിന്റെ വക്കിലായി. സ്റ്റേഡിയത്തിനുള്ളിലെ ഫീൽഡിൽ നട്ടിരുന്ന വിദേശ ഇനം പുല്ലും പൂർണ്ണമായി ഉണങ്ങി നശിച്ചു. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയം 2024 ഫെബ്രുവരി മാസത്തിൽ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് കെങ്കേമമായി തന്നെ നടത്തുകയും ചെയ്തു. പക്ഷേ ആ സ്റ്റേഡിയം ആർക്ക് പ്രയോജനപ്പെട്ടു എന്നോ ഇപ്പോഴതിൻ്റെ അവസ്ഥ എന്താണെന്നോ ആരും ചോദിക്കാൻ പാടില്ലത്രേ. നിർമ്മാണ ഏജൻസിയായ കിറ്റ്കോ വഴി കരാർ നൽകിയാണ് നെടുങ്കണ്ടത്തെ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. കിഫ്ബി ഫണ്ടിൽ നിന്നും 10 കോടിയും സർക്കാർ വിഹിതമായ 3 കോടിയും നെടുങ്കണ്ടം പഞ്ചായത്തിന്റെ 1 കോടിയും സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിന് വിനിയോഗിച്ചു. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 3-നായിരുന്നു ഉദ്ഘാടനം. എന്നാൽ സ്റ്റേഡിയത്തിന്റെ പണി പൂർത്തിയാക്കാതെയാണ് ഉദ്ഘാടനം നടത്തിയത്. നിർമ്മാണം പൂർത്തിയാക്കിയാൽ മാത്രമേ സ്റ്റേഡിയം പഞ്ചായത്തിന് കൈമാറാനാകൂ. ലക്ഷങ്ങൾ മുടക്കിയാണ് സ്റ്റേഡിയത്തിൽ ബർമൂഡ ഗ്രാസ് നട്ടുപിടിപ്പിച്ചത്. ഈ പുല്ല് നനയ്ക്കാനുള്ള സ്പ്രിംഗ്ലർ സംവിധാനം പൂർത്തിയാക്കിയിട്ടില്ല. അന്തരീക്ഷ താപനില മനസ്സിലാക്കി സ്വയം പ്രവർത്തിക്കുന്ന സ്പ്രിംഗ്ലറാണ് സ്റ്റേഡിയത്തിൽ സജ്ജീകരിക്കേണ്ടത്. ഇത്തരം സെൻസറുകൾ ഘടിപ്പിച്ച 30ഓളം സ്പ്രിംഗ്ലർ വേണം. അതിൽ പകുതി പോലും സ്ഥാപിച്ചില്ല. നിർമ്മാണ ഏജൻസിയായിട്ടുള്ള കിറ്റ്കോ ഇതിൻ്റെ പണികൾ പൂർത്തിയാക്കി പഞ്ചായത്തിന് അത് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുത്തിട്ടില്ല. സ്പ്രിംഗ്ലർ പ്രവർത്തിപ്പിച്ച് അത് പുല്ല് പുതുതായിട്ട് വെച്ച് പിടിപ്പിച്ച് പഞ്ചായത്തിന് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് അതിൻ്റെ എഗ്രിമെൻ്റ്. പക്ഷേ അവർ ആ പണി ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. ഈ സ്പ്രിംഗ്ലർ വർക്ക് ചെയ്യാൻ കഴിയാതിരുന്നത് കൊണ്ട് നമ്മുടെ ഈ സ്റ്റേഡിയത്തിൻ്റെ ഈ മൈതാനത്തുണ്ടായിരുന്ന പുല്ലുകളെല്ലാം ഇപ്പം നനയ്ക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയെ നേരിടുകയാണ്. പുല്ല് നനയ്ക്കുന്നതിന് വെള്ളമെടുക്കാൻ 6 ഏക്കർ വരുന്ന സ്റ്റേഡിയത്തിനുള്ളിൽ തന്നെ വലിയൊരു കുളമുണ്ട്. അതിൽ മോട്ടോറും സ്ഥാപിച്ചിട്ടുണ്ട്. കിറ്റ്കോയും കരാറുകാരനും തമ്മിൽ നിർമ്മാണ ചെലവുമായി ബന്ധപ്പെട്ട തർക്കമുയർന്നതോടെയാണ് പണികൾ പൂർത്തിയാക്കാതെ സ്റ്റേഡിയം ഇങ്ങനെ കിടക്കുന്നത്. നൂതനമായ ടെക്നോളജികൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകുമ്പോൾ ആ ടെക്നോളജി നടത്തിക്കാനും നടത്തുന്നതിനുള്ള ഉത്തരവാദിത്വവും ധാർമ്മികമായ ഉത്തരവാദിത്വവും കിറ്റ്കോയ്ക്കുണ്ട്. ഈ കരാറുകാരൻ ഉപേക്ഷിച്ച് പോയപ്പം അയാളെ കൊണ്ട് ആ ജോലി പൂർത്തീകരിക്കേണ്ട ഉത്തരവാദിത്വം കിറ്റ്കോയ്ക്കുണ്ടായിരുന്നു. കിറ്റ്കോ നിയോഗിച്ച കരാറുകാരനാണ് പുല്ലിന്റെയും സംരക്ഷണ ചുമതല. പുതിയതായി ബർമൂഡ ഗ്രാസ് വെച്ച് പിടിപ്പിക്കുന്നതിന് ചെലവാക്കേണ്ട ലക്ഷങ്ങൾ ആര് മുടക്കുമെന്നതിലും തർക്കം തുടരുകയാണ്. കിഫ്ബിയും സർക്കാരും അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ഇടുക്കിയുടെ അഭിമാനമായ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയം ഉടൻ തന്നെ ഇല്ലാതാകും. അഭിമാന പദ്ധതിയായി ഉയർത്തിക്കൊണ്ടുവന്ന ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയത്തെ തകർക്കാതിരിക്കാൻ അടിയന്തര ഇടപെടലാണ് ഉണ്ടാകേണ്ടത്. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ് ഇനി. മലപ്പുറത്തിനെതിരായ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തിനെതിരെ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. വെള്ളാപ്പള്ളി നടേശന് ചികിത്സ വേണം. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് അരി ഭക്ഷണം കഴിക്കുന്ന ആർക്കും അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നും PMA സലാം പറഞ്ഞു. സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട് ഇപ്പോൾ കോഴിക്കോട് നിന്ന്. സമീർ, വെള്ളാപ്പള്ളിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗമാണല്ലോ വിവാദമായത്. എന്താണ് ലീഗ് അതിന് നൽകുന്ന മറുപടി? സമീർ. ഡോക്ടർ ഉന്മേഷ്, വലിയ രീതിയിലുള്ള വിവാദ പ്രസംഗമാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. മലപ്പുറത്തെ അധിക്ഷേപിക്കുന്ന, മാത്രമല്ല അതൊരു വർഗീയ പരാമർശം കൂടി ഉൾപ്പെടുന്നതായിരുന്നു ആ ഒരു പരാമർശം. ഒരു മതവിഭാഗം, ഒരു ന്യൂനപക്ഷത്തിൽപ്പെടുന്ന മതവിഭാഗം കൂടുതലുള്ള ജില്ല കൂടി ആയ ഒരു പശ്ചാത്തലത്തിൽ അത്തരം പരാമർശങ്ങൾക്ക് വലിയ അർത്ഥമുണ്ട്. അതുകൊണ്ട് തന്നെ ആ മാനങ്ങൾക്കനുസരിച്ച് വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിൻ്റെ പ്രതികരണമാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്
വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രായവും അതുപോലെ തന്നെ ആരോഗ്യസ്ഥിതിയും നോക്കിയിട്ട് അദ്ദേഹത്തിന് ചികിത്സ നൽകുകയാണ് വേണ്ടത്. ഈ വിഷയത്തിൽ മറ്റു തരത്തിലുള്ള പ്രതികരണങ്ങളെക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകുന്നത് അത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ചികിത്സയാണ് വേണ്ടത് എന്നുള്ള ഗുരുതരമായിട്ടുള്ള വളരെ ഗൗരവമുള്ള ഒരു മറുപടിയാണ് PMA സലാമിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അരിഭക്ഷണം കഴിക്കുന്ന ആർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു പ്രതികരണമല്ല വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. മലപ്പുറത്ത് ഒരു മാസം താമസിച്ചുകൊണ്ട് തനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവെക്കാൻ വെള്ളാപ്പള്ളി നടേശനെ മലപ്പുറത്തേക്ക് ക്ഷണിക്കുന്നു. അത്തരമൊരു വെല്ലുവിളി ഏറ്റെടുക്കാൻ വെള്ളാപ്പള്ളി നടേശൻ തയ്യാറുണ്ടോ എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നു. അത്തരമൊരു വെല്ലുവിളി കൂടി PMA സലാമിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്, അത്തരം ഒരു പരാമർശത്തിൻ്റെ പശ്ചാത്തലം എന്ത് എന്ന് വ്യക്തമാക്കാൻ അതിനുള്ള ബാധ്യത വെള്ളാപ്പള്ളി നടേശനുണ്ട് എന്ന കാര്യം കൂടി PMA സലാം പറയുന്നു. അതുപോലെ വിവിധ മേഖലകളിൽ നിന്ന് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പ്രതികരണമാണ് വന്നത്. അതുപോലെ തന്നെ മറ്റ് പല സംഘടനകളുടെ ഭാഗത്തു നിന്നും വെള്ളാപ്പള്ളി നടേശനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഉന്മേഷ്. ശരി, സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് എന്ന വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി. നമ്മൾ നേരത്തെ നെടുങ്കണ്ടത്തെ ആ സ്റ്റേഡിയത്തിന്റെ ദുരിതാവസ്ഥ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഗ്രാൻഡ് മാസ്റ്റർ ഇടുക്കി പ്രമോദ് എന്ന അക്കൗണ്ടിൽ നിന്ന് പറയുന്നത്, ഇടുക്കി ജില്ലയിലെ ആ സ്റ്റേഡിയം ഒരു കായിക താരത്തിനും ഉപകാരപ്രദമാകുന്ന സ്ഥലത്തല്ല നിർമ്മിച്ചിരിക്കുന്നത്. കായിക താരങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നത് പോലെയാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം. ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. കമ്മീഷൻ കിട്ടാൻ വേണ്ടി പല പദ്ധതികളും നടപ്പിലാക്കും, പിന്നീട് അതിലേക്ക് ആരും തിരിഞ്ഞു നോക്കില്ല. ഇതാദ്യത്തെ സംഭവമല്ല എന്ന് രവികുമാർ PBയും പറയുന്നുണ്ട് ആ വാർത്ത നൽകിയതുമായി ബന്ധപ്പെട്ട്. പെരിന്തൽമണ്ണ നഗരഹൃദയത്തിലുള്ള ഒരു മാർക്കറ്റിന്റെ ദുരവസ്ഥയിലേക്കാണ് പൊതുജനം കഴുതയല്ല സറിഞ്ഞു പോകുന്നത്. 5 വർഷം കഴിഞ്ഞിട്ടും പെരിന്തൽമണ്ണ മോഡേൺ ഇൻഡോർ മാർക്കറ്റിന്റെ പണി പൂർത്തിയായിട്ടില്ല. ജനങ്ങളുടെ നിക്ഷേപം സ്വീകരിച്ച് വലിയ പ്രതീക്ഷയോടെ കൊണ്ടുവന്ന പദ്ധതിയാണ് എങ്ങുമെത്താതെ ഇഴയുന്നത്. സമരത്തിന് ഒരുങ്ങുകയാണ് UDF ഇപ്പോൾ. സാധാരണക്കാർക്കുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ്, അതായിരുന്നു പരസ്യവാചകം. 2 വലിയ വാണിജ്യ സമുച്ചയങ്ങൾ, 500ഓളം വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യം, എസ്കലേറ്റർ, ലിഫ്റ്റ് തുടങ്ങിയവയെല്ലാം വിഭാവനം ചെയ്തു. ഇനി 5 വർഷങ്ങൾക്ക് ശേഷമുള്ള അവസ്ഥ കാണുക. പെരിന്തൽമണ്ണയുടെ നഗരഹൃദയത്തിലാണ് മാർക്കറ്റ്. കഴിഞ്ഞ ദിവസമാണ് മാലിന്യമുക്ത നഗരമായി പെരിന്തൽമണ്ണയെ പ്രഖ്യാപിച്ചത്. എന്നാൽ ഇൻഡോർ മാർക്കറ്റിന് പരിസരത്തെ കാഴ്ച ഇതൊക്കെയാണ്. ൽ പണി ആരംഭിച്ചതാണ്. ടൗണിലെ നഗരസഭാ മാർക്കറ്റ് പൊളിച്ചു നീക്കിയാണ് 2.73 ഏക്കറിൽ ഇൻഡോർ മാർക്കറ്റ് പണിയാൻ തീരുമാനിച്ചത്. 38 കോടി രൂപയോളം എസ്റ്റിമേറ്റും കണ്ടു. വ്യാപാരികളെ പുതിയ സ്ഥലത്ത് പുനരധിവസിപ്പിക്കാനും തീരുമാനിച്ചു. നിക്ഷേപ സംഗമത്തിലൂടെ 20 കോടിയോളം രൂപ സമാഹരിച്ചു. പ്രവാസികളെ ഒപ്പം നിർത്തി. വമ്പൻ പ്രൊജക്ട് വരുന്നുവെന്ന് പ്രഖ്യാപനമുണ്ടായി. പക്ഷേ പിന്നീട് താളം തെറ്റി. ഫണ്ടില്ലാത്തതിനാൽ ഏറെക്കാലം പണി മുടങ്ങിക്കിടന്നു. നിർമ്മിച്ച ഒരു കെട്ടിടത്തിൽ വ്യാപാരികളെ പുനരധിവസിപ്പിച്ചു. മറ്റുള്ളവ അടഞ്ഞുകിടക്കുന്നു. ഫണ്ട് വകമാറ്റി ചിലവഴിച്ചുവെന്നതാണ് പ്രതിപക്ഷത്തിന്റെ ഒരു ആരോപണം. 4.5 കൊല്ലമായിട്ട് ഇത് നോക്കുകുത്തിയായിട്ട് കിടക്കുകയാണ്. ഈ ടൗൺ മാർക്കറ്റ് കോംപ്ലക്സ് നോക്കുകുത്തിയായിട്ട് കിടക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ കച്ചവടം ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ പരിതാപകരമാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ആൾക്ക് കയറാൻ കഴിയില്ല. ഒരു വാഹനം കൊണ്ട് ഇങ്ങോട്ട് കയറാൻ കഴിയില്ല. അല്ലെങ്കിൽ ഇവിടെ വന്ന് സാധനം വാങ്ങി കൊണ്ടുപോകാൻ കഴിയാത്ത ദുരിതപൂർണമായ സാഹചര്യമാണ്. ഊരാളുങ്കൽ ലേബൽ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് ഇപ്പോൾ നിർമ്മാണ ചുമതല. 2024 ആദ്യത്തിൽ 30 കോടി രൂപ വായ്പയെടുക്കാൻ സർക്കാർ അനുമതി നൽകിയിരുന്നു. തുടർ നിർമ്മാണം നിലച്ച സമയത്ത് നിക്ഷേപകർ പ്രക്ഷോഭവുമായി രംഗത്തെത്തി. വീണ്ടും സമരത്തിനൊരുങ്ങുകയാണ് UDF. പുതിയ വ്യാപാരികൾ ആരും തന്നെ കെട്ടിടത്തിൽ കച്ചവടം ചെയ്യാനായി വരുന്നില്ലെന്നാണ് ആക്ഷേപം. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്തതുകൊണ്ട് ആളുകൾ വരുന്നില്ല. കച്ചവടവും കുറവ്, ദുർഗന്ധം വേറെ പ്രശ്നം, വാഹനം നിർത്താൻ വേണ്ട സൗകര്യവുമില്ല. പരാതി പറയുന്നു വ്യാപാരികൾ. എന്നാൽ ഇനി 27 കടമുറികൾ മാത്രമേ ലേലത്തിൽ പോകാനുള്ളൂ എന്നാണ് നഗരസഭയുടെ വിശദീകരണം. ഒപ്പം നിർമ്മാണ ഫണ്ടിന്റെ കാര്യത്തിൽ സർക്കാർ നൽകിയ റിവിഷൻ കാത്തിരിക്കുകയാണെന്നും വാദം. ആസൂത്രണമില്ലായ്മ വ്യക്തമാണ്. 2020 1-ാം ഘട്ടം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തതാണ്. പിന്നീടുള്ള പണി ഇഴഞ്ഞപ്പോൾ ശരിക്കും ഇവിടെ പണി കിട്ടിയത് നിക്ഷേപകർക്ക് കൂടിയാണ്. ഒരു വലിയ പ്രൊജക്റ്റിനാണ് ഈ ദുർഗതി. അർഷക്കിനൊപ്പം വിപിൻ സി വിജയൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. 2019 ഈ മാർക്കറ്റിന്റെ പണി ആരംഭിച്ചത്. പക്ഷേ ഇപ്പോഴും എങ്ങും എത്തിയിട്ടില്ല. എന്ന് ഈ മാർക്കറ്റ് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. പ്രതികരണങ്ങളിലേക്ക്. പാർക്കിംഗ് ഏരിയയിൽ വെള്ളം കെട്ടി നിന്നുകൊണ്ട് കൊതുക് ശല്യവും അതുപോലെ
പിന്നെ ഡ്രെയിനേജ് പ്രശ്നങ്ങളും സ്മെല്ലും അടിച്ചുകൊണ്ട് ഇവിടെ കച്ചവടക്കാരെ മൊത്തം ബാധിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ നിർമ്മാണത്തിലെ അപാകതയാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇപ്പോൾ തൊട്ടടുത്ത സ്ഥലങ്ങളിലൊക്കെ ഇതിന്റെ നീരൊഴുക്ക് ഒഴുകിയിട്ട് പീക്കളരിക്കുന്ന അവസ്ഥയിലാണ്. ഇപ്പോൾ ജനങ്ങൾക്ക് നടക്കാൻ പോലും പറ്റാത്ത രൂപത്തിൽ നാട്ടുകാർക്കൊക്കെ ഈ സ്മെല്ല് ദുർഗന്ധം കൊണ്ട് ആകെ പൊറുതിമുട്ടിരിക്കുകയാണ്. നമുക്ക് മാരകമായ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഈ സമയത്ത് ഒരുപാട് ഇത് ചുറ്റുമുള്ള ആളുകളൊക്കെ ഭീകരമായ രോഗത്തിന് അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പ്രതീക്ഷയോടുകൂടെയാണ് നമ്മുടെ പെരിന്തൽമണ്ണയിലെ പ്രവാസികൾ, ഒരുപാട് പ്രവാസികളുടെ അവരുടെ അധ്വാനം ഗൾഫിൽ നിന്നും സ്വരൂപിച്ച് ഈ മോഡേൺ ഇൻഡോർ മാർക്കറ്റിലേക്ക് അവിടെ കടകൾ ലേലം ചെയ്തുകൊണ്ട് അവരുടെ പണം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അവർ ആത്മഹത്യയുടെ വക്കിലാണ് ഇപ്പോൾ നിലവിലുള്ള പ്രവാസികൾ മുഴുവനും. സുലൈമാൻ അബ്ദുൽ ഖാദർ ചോദിക്കുന്നുണ്ട്, വേനൽമഴ നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അതേക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ ആ വാർത്തകളൊക്കെ നൽകിയിരുന്നു. ഇടുക്കി നെടുങ്കണ്ടത്ത് ഇടിമിന്നൽ ഉണ്ടായി. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയുടെ മലയോര മേഖലകളിൽ കനത്ത മഴയുണ്ടായിരുന്നു, അവിടെ ഇടിമിന്നൽ ഒരു വീട് നശിച്ചു എന്നുള്ള വാർത്ത. അതുപോലെ തന്നെ പത്തനംതിട്ട നഗരത്തിൽ കാനറ ബാങ്കിൻ്റെ ശാഖയിൽ വെള്ളം കയറിയ വാർത്ത. അങ്ങനെ മഴ വാർത്തകൾ നമ്മൾ അതത് സമയത്ത് തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ് എന്ന് സുലൈമാൻ അബ്ദുൽ ഖാദർ ഓർക്കുമല്ലോ. പാളയം കണ്ണിമാറ മാർക്കറ്റിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ പുതിയ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ നഗരസഭ. അറവ് മാലിന്യം ഉൾപ്പെടെ മാറ്റാതെയാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറാൻ വ്യാപാരികൾക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നാൽ പുതിയ കേന്ദ്രത്തിലേക്ക് മാറില്ലെന്നും സമരം തുടങ്ങുമെന്നുമാണ് വ്യാപാരികളുടെ നിലപാട്. ചരിത്ര പ്രാധാന്യമുള്ള കണ്ണിമേറ മാർക്കറ്റിൽ നിന്ന് വ്യാപാരികളോട് ഒഴിഞ്ഞു പോകാനുള്ള അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് കോർപ്പറേഷൻ. ഒഴിഞ്ഞു പോയില്ലെങ്കിൽ ബലം പ്രയോഗിച്ച് ഒഴിപ്പിക്കുമെന്നാണ് മുന്നറിയിപ്പ്. അതിന് പകരമായി അവർക്ക് കെട്ടി നൽകിയിരിക്കുന്നത് അശാസ്ത്രീയമായ നിർമ്മിതിയുള്ള ഒരു താൽക്കാലിക കെട്ടിടമാണ് എന്നുള്ളതാണ് പരാതി. വ്യാപാരികൾ സമരരംഗത്താണ്. മാസങ്ങൾ കൊണ്ട് പാളയത്തെ വ്യാപാരികൾക്കായി താൽക്കാലികമായി വ്യാപാര കേന്ദ്രം പണിതു തീർത്തു. പക്ഷേ വ്യാപാരികൾ മാറാൻ തയ്യാറല്ല. അതിന് കാരണങ്ങളുമുണ്ട്. ഒരു ഭാഗത്ത് മാലിന്യം, ദുർഗന്ധം, വായുസഞ്ചാരമില്ലാത്ത നിർമ്മാണം, ജനാലകളില്ല, വെള്ളം, വൈദ്യുതി കണക്ഷനുകളും ലഭിച്ചിട്ടില്ല. ഇതാണ് അവിടേക്ക് മാറാൻ കച്ചവടക്കാർ തയ്യാറാകാത്തത്. 40 കൊല്ലം കൊണ്ട് അവിടെ ജോലി ചെയ്യണം. ഇപ്പോൾ പറഞ്ഞ ഇവിടെ നിന്ന് ഇറങ്ങി പോയിക്കോളണം. ഏത് രീതിയിലാണ് നമ്മൾ പോകേണ്ടത്? കുടിച്ച പോലെ ഇരിക്കുന്ന ഇത് കണ്ടാൽ നിങ്ങൾക്ക് കടയായിട്ട് തോന്നുന്നുണ്ട്. ഈ റോഡിൽ നിന്ന് നോക്കുന്ന ആൾ വിചാരിക്കും വേറെ എന്തെങ്കിലും ഒരു കെട്ടിടമായിരിക്കും. ഒരു പ്രാവശ്യം കയറുന്ന ആൾ പിന്നെ കയറില്ല. ഇതിൻ്റെ മാലിന്യം അതിനൊരു സീറ്റ് വെച്ച് ഇപ്പം മറച്ചു വെച്ചിരിക്കുക. ഈ നാറ്റം എന്തായാലും വരാതിരിക്കുമോ? പുതിയ ബിൽഡിങ്ങിനോട് ഞങ്ങൾ താമസം മാറുന്ന സമയത്ത് എഗ്രിമെൻറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് അത് ഇതുവരെ തരുന്നില്ല ഞങ്ങൾക്ക്. ഓരോരുത്തർക്കും ഞങ്ങൾ എഗ്രിമെൻറ്റ് തന്നു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് മാറാൻ കഴിയത്തുള്ളൂ. ഇരിക്കാൻ പറ്റാത്തൊരു സ്റ്റേജ്. ഇവിടെ നാറ്റവും മാലിന്യത്തിൻ്റെ നാറ്റവും എനിക്ക് താഴെ ആയിരുന്നു ആദ്യം കട തരാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ 2-3 ദിവസം കഴിഞ്ഞ് എനിക്ക് മേളിൽ കൊണ്ടാക്കി രണ്ടാമത്തെ അവിടെയും ഇപ്പോൾ ഇരിക്കാൻ പറ്റാത്ത രീതിയിലാണ് കട തന്നിരിക്കുന്നത് സാറേ. സമീപ വാർഡുകളിൽ നിന്നെല്ലാം മത്സ്യമാംസ മാലിന്യങ്ങൾ കൊണ്ടിടുന്നത് 30 അടിയോളം ഉയരത്തിൽ മാർക്കറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ടാങ്കിലാണ്. ഈ ടാങ്കിന്റെ ചുറ്റിലുമാണ് പുതിയ ഷെഡ്. ദുർഗന്ധം കാരണം പുതിയ ഷെഡിൽ കച്ചവടം ചെയ്യാനാകില്ല എന്നാണ് കച്ചവടക്കാർ പറയുന്നത്. പുതിയ കേന്ദ്രങ്ങളിൽ കടകൾ അനുവദിച്ചതിലും അശാസ്ത്രീയത ആരോപിക്കുന്നു. ലിഫ്റ്റിലേക്ക് ഈ ഒരു 100 കിലോയിലും മേളിലുള്ള ചാക്ക് കെട്ടുകളൊക്കെയാണ് ഡെയിലി വരുന്നത്. ഇതുമായിട്ട് ഈ ലിഫ്റ്റിൽ എങ്ങനെ ലോഡ് ചെയ്ത് മേളിലേക്ക് കൊണ്ടുപോകുമെന്ന് അറിയത്തില്ല. ഈ 3ാമത്തെ നിലയിലൊക്കെ ഈ വെജിറ്റബിളിനും ഫ്രൂട്ട്സിനും മറ്റ് പലവ്യഞ്ജനത്തിനൊക്കെ കൊടുത്തു കഴിഞ്ഞാലും മേളിൽ ലൈസൻസ്, തൊഴിൽക്കരം, മറ്റുള്ള എല്ലാം കൊടുത്തിരിക്കുന്ന എല്ലാവരും മേളിലേക്കും പോകും. അപ്പോൾ നോർമലി ഇപ്പോൾ ഇരിക്കുന്ന ഗ്രൗണ്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്നവരെല്ലാം മേളിലേക്കും പോകും. മേളിലിരിക്കുന്നവർക്ക് ഒരു ബിസിനസ് നടക്കത്തില്ല. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മാറുമ്പോൾ പുതിയ കട തരണം, ഒന്ന്. രണ്ടാമത് ഈ മാലിന്യങ്ങളൊന്ന് മാറ്റി തരണം. മൂന്നാമത്തെ കാര്യം, പച്ചക്കറി പഴവർഗ്ഗങ്ങൾ വിൽക്കുന്നവർക്ക് താഴെ ഞങ്ങൾക്ക് തന്നേ പറ്റൂ. കാരണം ഇതിൽ കളിക്കുന്ന കുറേ പേരുണ്ട്, ആൾക്കാരുണ്ട്. അവരുടെ ആൾക്കാർക്കൊക്കെ താഴെ സ്ഥലങ്ങളെല്ലാം പറഞ്ഞു വെച്ച് കഴിഞ്ഞു. കോർപ്പറേഷനിൽ നിന്ന് സെക്രട്ടറിയോ മേയറോ പ്രധാനപ്പെട്ട ആൾക്കാർ വന്ന് ഇതൊന്ന് കണ്ടിട്ട് ഇത് ഇത്രയും ഇങ്ങനെയാണ് ഇത് ചെയ്തേക്കുന്നത് ഒന്ന് കണ്ടിട്ട് ഞങ്ങളോട് പെരുമാറണമായിരുന്നു. ഇത് ഒന്നുമില്ലാതെ കടമാറ്. ഏറ്റവും കൂടുതൽ കടവാടകയും ഏറ്റവും കൂടുതൽ എമൗണ്ടും ഉള്ളത് എൻ്റെ ഈ കടയ്ക്കാണ്, പാളയം മാർക്കറ്റിൽ. പക്ഷേ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഏറ്റവും മേളിലും അടഞ്ഞു കിടന്ന് നോട്ടീസ് പോലും വാങ്ങിക്കാനില്ലാത്ത കടകളെല്ലാം താഴെയും അവർ വലിയ വലിയ ആളുടെ ഈ കോർപ്പറേഷൻ സെക്രട്ടറി പോലുള്ള ആളെ സ്വാധീനിച്ച് എല്ലാം താഴെയാണ് ഇപ്പം കടൽ വാങ്ങിച്ചു വച്ചിരിക്കുന്നത്. പഴയ മാർക്കറ്റ് ആധുനികവൽക്കരണത്തിനായി പൊളിച്ചു കളഞ്ഞ് 5 നില കെട്ടിടം നിർമ്മിക്കാനുള്ള പദ്ധതി നഗരസഭ തയ്യാറാക്കി കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായാണ് വ്യാപാരികൾക്ക് താൽക്കാലിക കടമുറികളും ഷെഡുകളും നഗരസഭ നിർമ്മിച്ചു നൽകിയത്. വ്യാപാരികളുടെ പരാതികൾ പരിഹരിക്കുമെന്നും 2 ദിവസത്തിനകം താൽക്കാലിക കേന്ദ്രത്തിലേക്ക് മാറണമെന്നും നഗരസഭ ആവശ്യപ്പെട്ടു.
ഞാൻ മേയറോടും സെക്രട്ടറിയോടും മുഖ്യമന്ത്രിയും ഇതിൽ ഇടപെട്ട് ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം കാട്ടിത്തരണം. അവശ്യ സാധനങ്ങളായ പഴവും പച്ചക്കറിയും പലവ്യഞ്ജനവുമെല്ലാം വാങ്ങാൻ വരുന്ന ഒരു ആവശ്യക്കാരൻ ഇവിടെ എത്തി സാധനങ്ങൾ വാങ്ങണമെങ്കിൽ 2ാം നിലയിലേക്കോ 3ാം നിലയിലേക്കോ അടക്കം കയറേണ്ടി വരും. ഇത്തരത്തിൽ അശാസ്ത്രീയമായാണ് ഈ വ്യാപാരികൾക്ക് ഈ കടകൾ അനുവദിച്ച് നൽകിയത് എന്നാണ് പരാതി. അത് പരിഹരിക്കണമെന്നുള്ള ആവശ്യവും ഇവർ മുന്നോട്ട് വെച്ചിട്ടും കോർപ്പറേഷനോ സ്മാർട്ട് സിറ്റിയോ കേൾക്കുന്ന ഭാവമില്ല. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. കണ്ണൂർ ഷുഹൈബ് വധക്കേസിൽ വിചാരണ നീട്ടിവെക്കണമെന്ന കുടുംബത്തിന്റെ ഹർജി തള്ളി തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന ആവശ്യം നിലനിൽക്കെ വിചാരണ നടത്തരുത് എന്നായിരുന്നു ഹർജി. ഹൈക്കോടതിയെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പൊതുജനം കഴുതയിൽ ശ്രദ്ധ പരിപാടിയിലേക്ക് സ്വാഗതം. പാലക്കാട് കുളപ്പുള്ളി പ്രകാശ് സ്റ്റീൽസിലെ തൊഴിലാളി സമരത്തിൽ മധ്യസ്ഥ ചർച്ചയ്ക്ക് വീണ്ടും വിളിച്ച് ലേബർ ഓഫീസർ. 8ാം തീയതി ഇരുകൂട്ടരെയും പങ്കെടുപ്പിച്ച് ചർച്ച നടത്തും. ശ്രീജിത്ത് ശ്രീകുമാറിനുണ്ട് പാലക്കാട് നിന്ന്. ശ്രീജിത്ത്, വിവരങ്ങൾ. തൊഴിലാളി സമരം 18ാം ദിവസം പിന്നിടുമ്പോഴാണ് ഇത്തരത്തിൽ വീണ്ടും ലേബർ ഓഫീസർ ഇടപെട്ടിരിക്കുന്നത്. ജില്ലാ ഭരണകൂടവും തൊഴിൽ വകുപ്പും കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. തൊഴിൽ ചട്ടങ്ങൾ പാലിക്കുന്നില്ല പ്രകാശ് സ്റ്റീൽസ് എന്നാണ് CITUവിന്റെ പ്രധാനപ്പെട്ട ആരോപണം. ഇതും പരിശോധിക്കുമെന്ന് ജില്ലാ ലേബർ ഓഫീസർ കഴിഞ്ഞ ചർച്ചയിൽ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഹൈക്കോടതി ഉത്തരവുണ്ട്. ഈ യന്ത്രം പ്രവർത്തിപ്പിക്കാൻ മറ്റ് തൊഴിലാളികളുടെ ആവശ്യമില്ല എന്നൊരു നിലപാടിലാണ് പ്രകാശ് സ്റ്റീൽസ് ഉടമ ജയപ്രകാശ് ഉള്ളത്. എന്തായാലും കഴിഞ്ഞ തവണ 5 തൊഴിലാളികളെങ്കിലും ജോലിക്ക് വെക്കണം, ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ ചെയ്യുന്ന ജോലി തങ്ങൾക്ക് വേണം എന്നൊരു നിലപാട് CITU ആവർത്തിക്കുകയായിരുന്നു. ഇത് കഴിയില്ല, ഹൈക്കോടതി ഉത്തരവ് തങ്ങൾക്കുണ്ട് എന്നൊരു നിലപാട് പ്രകാശ് സ്റ്റീൽസ് ഉടമയും സിമൻസ് ഉടമയും സ്വീകരിച്ചു. അങ്ങനെയാണ് ചർച്ച അലത്തിപ്പിരിഞ്ഞത്. എന്തായാലും വ്യാപാരി വ്യവസായി പ്രതിനിധികളടക്കം ഈ ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചർച്ചയുടെ നോട്ടീസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ചർച്ചയിൽ 8ാം തീയതി നടക്കുന്ന ചർച്ചയിൽ കർശനമായൊരു തീരുമാനം ജില്ലാ ലേബർ ഓഫീസറുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതൊരു അനുരഞ്ജനം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയാൽ സമരം തീരും, അല്ലെങ്കിൽ വീണ്ടും സമരം മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് CITU നേതാക്കളും പറയുന്നത്. ഇപ്പോൾ കട പൂർണ്ണമായി അടച്ചിട്ടില്ലെങ്കിലും ഒരു ഷട്ടർ മാത്രം തുറന്നു വെച്ച് ഓഫീസ് മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രകാശ് സ്റ്റീൽസിന്റെ ഒരു ഷട്ടർ മാത്രമാണ് തുറന്നു വെച്ച് പ്രവർത്തിക്കുന്നത്. എന്തായാലും CITUവിന്റെ കുടിലിട്ട് സമരം തുടരുകയാണ്. ആ 8ാം തീയതി തന്നെയാണ് CITUവിന്റെ നേതൃത്വത്തിൽ വലിയ തോതിൽ കുടുംബാംഗങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വലിയ ധർണ നടക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു അനുരഞ്ജനം, ഒരു മധ്യസ്ഥ നീക്കത്തിന് ജില്ലാ ഭരണകൂടവും തൊഴിൽ വകുപ്പും ഇടപെട്ടിരിക്കുന്നു. ശരി, ശ്രീജിത്ത് ശ്രീകുമാറിനാണ് പാലക്കാട് എന്ന വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ആശാ വർക്കേഴ്സിന്റെ സമരവുമായി ബന്ധപ്പെട്ട് ആർ ചന്ദ്രശേഖരൻ INTUCയുടെ സംസ്ഥാന അധ്യക്ഷൻ സ്വീകരിച്ച നിലപാടുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് വിമർശനമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നടപടി ഉണ്ടാകുമെന്നുള്ള തരത്തിൽ K സുധാകരൻ പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ ആർ ചന്ദ്രശേഖരൻ നേരിട്ടെത്തി KPCC അധ്യക്ഷനെ കണ്ടു എന്നുള്ള വാർത്ത വരുന്നു. ആശാ സമര വിവാദത്തിൽ അദ്ദേഹം വിശദീകരണം നൽകിയിട്ടുണ്ട്. അവിടെ ഒരു പ്രത്യേക സമിതി എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ച് താനല്ല എന്ന് അദ്ദേഹം ഇപ്പോൾ KPCC അധ്യക്ഷൻ അറിയിച്ചിരിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ വേതന വർധന വേണ്ടെന്നും പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം നൽകിയ വിശദീകരണം. ആശാ വർക്കേഴ്സിനൊപ്പമാണ് INTUC എന്നും ഇപ്പോൾ KPCC പ്രസിഡന്റിനെ അറിയിച്ചിരിക്കുകയാണ് ആർ ചന്ദ്രശേഖരൻ. സലിം മാലിക് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സലിം, ഈ ആർ ചന്ദ്രശേഖരനെതിരെ നടപടിയെടുക്കുമെന്ന് K സുധാകരൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അതിന് തൊട്ടു പിന്നാലെയാണല്ലോ ഇപ്പോൾ അദ്ദേഹം നേരിട്ടെത്തി കണ്ട് ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത്. സലിം. ഉന്മേഷ്, KPCC അധ്യക്ഷൻ K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ആർ ചന്ദ്രശേഖരനെതിരെ നിലപാട് കടുപ്പിച്ചതോടുകൂടിയാണ് ഒരു അനുനയ നീക്കത്തിന് ആർ ചന്ദ്രശേഖരന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമം ഉണ്ടാകുന്നത്. ഇന്ന് വൈകുന്നേരത്തോടെയാണ് KPCC ഓഫീസിൽ നേരിട്ടെത്തി വിവാദങ്ങളിൽ ആർ ചന്ദ്രശേഖരൻ KPCC അധ്യക്ഷന് വിശദീകരണം നൽകിയിരിക്കുന്നത്. INTUC ആശാ വർക്കേഴ്സിനും ആ സമരത്തിനും ഒപ്പമാണ്. ഏതെങ്കിലും നിലയിൽ സർക്കാരിന് അനുകൂലമല്ല. മാത്രമല്ല സമിതി എന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് താനോ INTUCയോ അല്ല എന്നുകൂടി ആർ ചന്ദ്രശേഖരൻ വിശദീകരിക്കുന്നു. മാത്രമല്ല സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ നിലവിൽ വേതന വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തൽക്കാലം പരിഗണിക്കേണ്ടതില്ല എന്നൊരു അഭിപ്രായം താൻ പറഞ്ഞിട്ടില്ല എന്നുകൂടി KPCC അധ്യക്ഷന് നൽകിയ വിശദീകരണത്തിൽ പറയുന്നു. നേരത്തെ നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് KPCC ആലോചിച്ചിരുന്നു. ഈ വിശദീകരണം നൽകിയ പശ്ചാത്തലത്തിൽ ഇനി അത്തരത്തിൽ നടപടിയോ മറ്റ് ഏതെങ്കിലും തരത്തിൽ അച്ചടക്ക നടപടി ഉൾപ്പെടെയുള്ളവ ആർ ചന്ദ്രശേഖരനെതിരെ ഉണ്ടാവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇനി ഈ പരസ്യ പ്രസ്താവനകളിൽ ഉൾപ്പെടെ മിതത്വം പാലിക്കാൻ KPCC അധ്യക്ഷൻ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ആശാ വർക്കേഴ്സിനൊപ്പവും ആ സമരത്തിനൊപ്പവും നിലപാടെടുക്കണമെന്ന് KPCC താക്കീതും ചെയ്തിട്ടുണ്ട്. നേരത്തെ KPCC ഈ താക്കീത് നേരത്തെയും ആവർത്തിച്ചതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ആദ്യം സമരത്തെ തള്ളിപ്പറഞ്ഞ INTUC പിന്നീട് ഔദ്യോഗിക വാർത്താക്കുറിപ്പിലൂടെ സമരത്തിനൊപ്പമാണ് എന്ന് അറിയിച്ചത്. അതിനുശേഷം ഈ യോഗത്തിന് പിന്നാലെയും ആരോഗ്യമന്ത്രിയുമായുള്ള യോഗത്തിന് പിന്നാലെ ആർ ചന്ദ്രശേഖരൻ പറഞ്ഞത് സമിതി എന്നുള്ളതാണ് ഏറ്റവും നല്ല ആവശ്യം. ആ സമിതിയിലൂടെ മാത്രമേ പ്രശ്നപരിഹാരം നടക്കൂ എന്നുള്ളതാണ് തങ്ങളുടെ ബോധ്യം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുകയും ആശാപ്രവർത്തകരെ സമരം ചെയ്യുന്നവർ പിടിവാശി
ഒഴിവാക്കണം എന്ന് പറയുകയും ചെയ്തിരുന്നു. പിടിവാശി പരാമർശം 24-ലൂടെയാണ് നടത്തിയത്. അതിനുശേഷമാണ് കോൺഗ്രസ് നേതാക്കൾ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും കെ സുധാകരനും ഉൾപ്പെടെയുള്ളവർ ആർ ചന്ദ്രശേഖരനെതിരെ നിലപാട് കടുപ്പിച്ചത്. ഉന്മേഷ്. സലിം മാലിക്കാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്. ആശാസമരം അത് തീർക്കാൻ സർക്കാർ മുന്നോട്ട് വന്നിരുന്നുവെങ്കിലെന്ന് സീന മുഹമ്മദ് പറയുന്നുണ്ട്. പൊതുജനം കഴുതലസ് എന്ന പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി. കോട്ടയം ടെക്സ്റ്റൈൽസ് അടച്ചുപൂട്ടിയിട്ട് 1 വർഷം പിന്നിടുമ്പോൾ ജീവനക്കാർ കടുത്ത ദുരിതത്തിലാണ്. വൈദ്യുതി ബിൽ കുടിശ്ശികയെ തുടർന്ന് അടച്ചുപൂട്ടിയ സ്ഥാപനത്തിന്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയെങ്കിലും ഒന്നും പ്രാവർത്തികമായിട്ടില്ല. 1 വർഷമായി ലേ ഓഫ് ആനുകൂല്യങ്ങൾ പോലും കിട്ടുന്നില്ല എന്ന് ജീവനക്കാർ പറയുന്നു. വിവിധ കാരണങ്ങളാൽ അടഞ്ഞുകിടന്നിരുന്ന സ്പിന്നിംഗ് മില്ല് 2ാം പിണറായി സർക്കാരിന്റെ ആദ്യകാലത്താണ് വീണ്ടും തുറന്നു പ്രവർത്തിച്ചത്. സ്ഥാപനത്തിന്റെ ശേഷിക്കനുസരിച്ച് നൂലുൽപാദനം നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ വലിയ കരാറുകൾ സ്ഥാപനത്തെ പ്രതിസന്ധിയിലാക്കി. ഇതോടെ വൈദ്യുതി ചാർജ് എന്നിവ കുടിശ്ശികയായി. 52 ലക്ഷം രൂപ വൈദ്യുതി കുടിശ്ശികയായപ്പോൾ KSEB ഫ്യൂസ് ഊരി. തുടർന്ന് 2024 മാർച്ച് 20 മുതൽ സ്ഥാപനം ലേ ഓഫ് ആയി. തൊഴിലാളികൾ വെച്ചാൽ എല്ലാവരും പട്ടിണിയുടെ അവസ്ഥയിലാണ്. ചില കൂലിപ്പണിക്ക് പോകുന്നവരുണ്ട്, പിന്നെ സുഖമില്ലാത്തവരുണ്ട്. അങ്ങനെ വളരെ ബുദ്ധിമുട്ടിലാണ് ഇവിടുത്തെ ഈ ഒരു 150 പെർമനൻറ്റും 100 മുകളിൽ ഡെയിലി വേസുകാർ, പിന്നെ അതുപോലെ ക്യാൻറ്റീനായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒത്തിരി പേര് ഇതുണ്ട്. മരുന്ന് മേടിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ പെൻഷൻ പറ്റി പോകുന്ന ജീവനക്കാർക്ക് പെൻഷൻ ഈ PF പെൻഷനാണ്. അത് കിട്ടണമെങ്കിൽ ഇതിൻ്റെ ഈ പൈസ 4 കോടി രൂപ ഇപ്പം തൊഴിലാളി വീതം അടയ്ക്കാനുണ്ട്. ഈ കമ്പനി അടയ്ക്കാനുണ്ട്, അതടയ്ക്കുന്നില്ല. അപ്പോൾ തൊഴിലാളി ആപ്പടെ കഷ്ടത്തിൽ ഇതാണ്. എന്ത് തുറക്കുന്ന ചോദിച്ചാൽ നമുക്ക് ഇപ്പോഴും ഒരു ഉത്തരം. തൊഴിലാളിയെ സംബന്ധിച്ച് 100% എന്ത് വിട്ടുവീഴ്ച തൊഴിലാളി തയ്യാറാണ്. സ്പിന്നിംഗ് മില്ലിന്റെ പ്രവർത്തനം നിലച്ചതോടെ സ്ത്രീകളടക്കം 100 കണക്കിന് തൊഴിലാളികൾക്ക് വരുമാനമില്ലാതായി. ESI, PF അടക്കമുള്ള മറ്റ് ആനുകൂല്യങ്ങളും മുടങ്ങിയിരിക്കുകയാണ്. ലേ ഓഫ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലെന്ന പരാതിയുമുണ്ട്. വിഷയം നിയമസഭയിൽ ചർച്ചയാവുകയും ചെയ്തു. പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കുമെന്ന് വ്യവസായ വകുപ്പ് അറിയിച്ചു. എന്നാൽ പൂർണ്ണമായൊരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. കോട്ടയം ടെക്സ്റ്റൈൽസിലെ പ്രശ്നം പരിഹരിക്കാൻ വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിനെടുക്കുന്ന കാലതാമസം സാധാരണക്കാരായ തൊഴിലാളികൾക്ക് വലിയ തിരിച്ചടിയാവുകയാണ്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. UGS ഗ്രൂപ്പിന്റെ കുടുംബസംഗമം ബ്രാൻഡ് അംബാസഡറായ നടി ഭാവന ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം വരിക്കാശ്ശേരി മനയിലായിരുന്നു പരിപാടി. UGS ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട്, സുനിൽ തെക്കേതിൽ, അഡ്മിനിസ്ട്രേഷൻ മാനേജർ സുഹേൽ KK, ഓപ്പറേഷൻസ് മാനേജർ രാജീവ്, ശാസ്ത പ്രസാദ്, ഷമീർ അലി, ഹരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. UGSന്റെ പുതിയ സംരംഭം പാലാട്ട് മിൽക്സിന്റെ ലോഗോ പ്രകാശനം ചടങ്ങിൽ നടന്നു. 2024-25 സാമ്പത്തിക വർഷത്തിൽ മികച്ച പ്രകടനം നടത്തിയ ജീവനക്കാരെ ചടങ്ങിൽ ആദരിച്ചു. ബിസിനസ്സിലുണ്ടായ മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത രീതി, ബ്രാൻഡിങ്ങിൽ ഞങ്ങൾക്കുണ്ടായ നേട്ടങ്ങൾ, അതൊക്കെ ഒരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ സംസാരിക്കുമ്പോൾ തികച്ചും കഴിഞ്ഞ ഫിനാൻഷ്യൽ ഞങ്ങളെ നല്ല രീതിയിൽ അത് പോസിറ്റീവായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ വരിക്കാശ്ശേരി മനയിൽ ഞാൻ ഷൂട്ടിങ്ങിന് മാത്രമേ വന്നിട്ടുള്ളൂ. ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വരുന്നത് ഇത് ആദ്യമാണ്. അപ്പോൾ പിന്നെ UGSന്റെ ആഡ് നമ്മൾ ചെയ്തു. അതിനുശേഷം നമ്മൾ UGSന്റെ തന്നെ ഒരു പാലാട്ട് റെസിഡൻസി ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴേ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ഫാമിലി മീറ്റ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് എന്നുള്ളത്. ഞാൻ ഒരു ഹോട്ടലിൽ ഒരു പ്രോഗ്രാം എന്നുള്ള രീതിയിലാണ് വിചാരിച്ചത്. പക്ഷേ ഇത് തികച്ചും ഒരു പുതിയ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം.